5 ദിവസം കൊണ്ട് മഹാകുംഭമേളയിലൂടെ യുവ സംരംഭകനായി മാറിയ യുവാവിനെ നമുക്ക് പരിചയപ്പെട്ടാലോ? 5 ദിവസം കൊണ്ട് യുവാവ് സമ്പാദിച്ചത് 30,000 മുതൽ 40,000 രൂപ വരെയാണ്. എങ്ങനെയാണെന്നല്ലേ? കുംഭമേളയിൽ വരുന്നവർക്ക് പല്ല് തേക്കാൻ ആര്യവേപ്പിന്റെ തണ്ട് വിറ്റാണ് യുവാവ് സംരംഭകനായത്. അഞ്ജലി ജോൺ തത്സമയം ചേരുന്നു. അഞ്ജലി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ഇരുന്നാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്, പലപ്പോഴും നേരം വെളുത്തു വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലും മറ്റും ഒരു കമ്പങ്ങനെ വായിൽ ചവച്ചുകൊണ്ടേ നടക്കുന്ന മനുഷ്യരെ കാണാൻ കഴിയും. അപ്പോൾ അത് അവിടങ്ങളിൽ പലരുടെയും ശീലമാണ്, രീതിയാണ് എന്നതാണ്. പക്ഷേ ഈ ഒരു രീതി കൊണ്ട് ഇത്രയധികം സമ്പാദിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു എങ്കിൽ അത് വല്ലാത്തൊരു സ്കോപ്പാണല്ലോ. അതെ, ഈ വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ഞെട്ടുമല്ലേ. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു സ്മാർട്ട് ഐഡിയ ആണ്. യുവാവ് അത് ഉപയോഗിക്കേണ്ട ഇടത്ത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മഹാകുംഭമേളയ്ക്ക് അവിടെ എത്തിയ ആളുകൾക്കൊക്കെ അദ്ദേഹം ആര്യവേപ്പിൻ്റെ തണ്ട് കൊടുക്കുന്നു. അങ്ങനെ ആളുകളെല്ലാം അത് ഉപയോഗിക്കുന്നു. പ്രതിദിനം അദ്ദേഹം ഏകദേശം 4,000 മുതൽ 5,000 രൂപ വരെയാണ് യുവാവ് പോക്കറ്റിലാക്കിയത്. അങ്ങനെ ഏകദേശം 5 ദിവസം കൊണ്ട് 30,000 മുതൽ 40,000 രൂപ വരെ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ അത് പറയാനുള്ളതൊരു പെൺസുഹൃത്തിൻ്റെ വിജയമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൽ ഏതെങ്കിലും ഒരു ലേഡി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു കമൻ്റാണ്. ശരിക്കും ഇങ്ങനെ ഒരു ഐഡിയ പകർന്നു കൊടുത്തത് ഈ യുവാവിൻ്റെ പെൺസുഹൃത്താണ്. അപ്പോൾ ഇത് അദ്ദേഹം ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുക്കാൻ വന്ന ആളോട് ഇത് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, പെൺസുഹൃത്താണ് ഇങ്ങനൊരു ഐഡിയ എനിക്ക് പകർന്നു തന്നത്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും ഫ്രണ്ടിന് കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് അത്രയധികം വൈറലായത്. എന്തായാലും സ്മാർട്ട് ഐഡിയ തന്നെയാണ്, ചെറിയ ബുദ്ധിപൂർവ്വമുള്ളൊരു കാര്യം തന്നെയാണ് ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് ഈ യുവ സംരംഭകനെ എത്തിച്ചത്. തീർച്ചയായും ഒരു സംരംഭകയാകാൻ അഞ്ജലി ജോണിന് താല്പര്യമുണ്ടോ? നമുക്ക് ഇമാതിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് അഞ്ജലി. അഞ്ജലിക്ക് ഏതായാലും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലേ ആൾക്കാർ കാശുണ്ടാക്കുന്നത്. പക്ഷേ ആ ബുദ്ധിപരമായ ആശയത്തിന് അതിന് ഒരു സല്യൂട്ട് കൊടുത്തേ മതിയാവൂ. സമയോചിതമായി സമയം നോക്കി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നടത്തുന്ന നമ്മുടെ ഇടപെടലുകൾ അത് വിജയകരമായിരിക്കും. അതങ്ങനെ ഹിറ്റ് ലിസ്റ്റിൽ പെടും എന്ന് തെളിഞ്ഞില്ലേ ഇതോടുകൂടി. അപ്പോൾ അഞ്ജലി ജോൺ പറഞ്ഞതുപോലെ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചിലർക്കൊക്കെ തർക്കം ഉണ്ടാവുമായിരിക്കും. ഞാനത് പറയുമ്പോൾ തന്നെ അങ്ങനെ ചിന്തിച്ച് എന്നെ നോക്കുന്നവരെയൊക്കെ എനിക്ക് കാണാം, അങ്ങനെ ഉണ്ടോ എന്ന്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിലുണ്ട്, അതങ്ങ് സമ്മതിക്കപ്പാ. അപ്പോൾ അതുപോലെ ഒരു യുവാവാണ് ഇതും.